ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്. സിറ്റി ടൂറിന് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പാരഡൈസ് ഹോട്ടലിൽ വന്നതാണ്. ആ സമയത്താണ് ഞാനിവിടെ കണ്ടത് നമ്മുടെ പ്രിയങ്കരനായ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ഓട്ടോഗ്രാഫറായിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചു ഇഷ്ടപ്പെട്ടു എന്നുള്ള ഇതിൽ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിങ് ചികിത്സ മനസ്സിലാക്കാം. സ്ഥിരത. സച്ചിൻ എല്ലായിടത്തും സ്ഥിരതയോട് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇതിലൂടെ നമ്മുടെ എല്ലാം വിശ്വാസം നേടിയെടുത്തു. ഒതൻറ്റിസിറ്റി. സച്ചിൻ എല്ലായിടത്തും തൻ്റെ സ്വാഭാവികതയും ആത്മാർത്ഥതയും നിലനിർത്തി. അദ്ദേഹം മറ്റൊരാളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചില്ല. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഒതൻറ്റിസിറ്റി അദ്ദേഹം എന്നും നിലനിർത്താൻ ശ്രമിച്ചു. വിനയം. എത്ര പ്രശസ്തനാണെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ വിനയം കാത്തുസൂക്ഷിച്ചു. പെർസിവറൻസ്. സച്ചിൻ തൻ്റെ കളിയിൽ വിജയിച്ച ശേഷം പോലും മികച്ച പ്രകടനത്തിനായി വീണ്ടും കഠിനാധ്വാനം തുടർന്നുകൊണ്ടേയിരുന്നു. ക്ലിയർ ഐഡന്റിറ്റി. തൻ്റെ ജീവിതം ആസ്വദിക്കുന്നതിനോടൊപ്പം കർമ്മനിഷ്ഠതയുടെയും ആത്മീയതയുടെയും ചുറ്റുപാടിൽ ഒരു വ്യക്തിത്വം അദ്ദേഹം രൂപപ്പെടുത്തി. അനുവർത്തനം അഥവാ അഡാപ്റ്റബിലിറ്റി. സച്ചിൻ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് തൻ്റെ കളിയുടെ ശൈലി മാറ്റി. അതിലൂടെ നമ്മുടെ ലക്ഷ്യത്തെ പിടിച്ചുപറ്റി. പേഴ്സണൽ ടച്ച്. ആരാധകരുമായി അദ്ദേഹം നിരന്തര സമ്പർക്കം പുലർത്തുകയും അവരിൽ വിശ്വാസം ജനിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. സിഗ്നേച്ചർ സ്റ്റൈൽ അഥവാ പ്രത്യേക ശൈലി. സച്ചിൻ്റെ പ്രസിദ്ധമായ സ്ട്രെയിറ്റ് ഡ്രൈവ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ അടയാളമായി മാറുകയാണ് ഉണ്ടായത്. എത്തിക്സ് ആൻഡ് വാല്യൂസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് മൂല്യങ്ങൾക്ക് മുൻഗണന നൽകി. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ വളരെയധികം ആകർഷിച്ചു.